നമസ്കാരം, ന്യൂസ് ഈവനിങ്ങിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് നഗരസഭ ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS സ്ഥാപകൻ ഡോക്ടർ KB ഹെഡ്ഗേവാറിന്റെ പേരിട്ടത് സ്വാഗതാർഹമെന്ന് BJP. പദ്ധതിയെ ചൊല്ലി നഗരസഭയും BJPയും രണ്ടു തട്ടിലെന്നത് രാഷ്ട്രീയ ആരോപണം മാത്രം. ദേശീയ നേതാക്കളെ അപമാനിച്ച MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിക്കുമെന്നും 16-ന് MLA ഓഫീസ് മാർച്ച് നടത്തുമെന്നും BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. എരുമപ്പെട്ടി എയ്യാലിൽ ആളില്ലാത്ത വീട്ടിൽ വൻ കവർച്ച. വീട് കുത്തിത്തുറന്ന് 1/4 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പെട്രോൾ പമ്പുകളിൽ കവർച്ച നടത്തുന്ന കുപ്രസിദ്ധ മോഷ്ടാവ് തൃശൂർ എടക്കഴിയൂർ സ്വദേശി റംഷാദ് പാലക്കാട് ടൗൺ നോർത്ത് പോലീസിന്റെ പിടിയിൽ. വരവൂർ നടുവട്ടത്തെ കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ CPM. പ്ലാന്റിന്റെ പ്രവർത്തനം നിയമവിരുദ്ധമെന്ന് പ്രാദേശിക നേതൃത്വം. കോഴിമാലിന്യ പ്ലാന്റിലേക്ക് വരവൂർ തളി ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധമാണ്. വിശുദ്ധവാരത്തിന് തുടക്കം കുറിച്ച് കുരുത്തോല പെരുന്നാൾ. വിശ്വാസികൾ ഓശാന ഞായർ ആചരിച്ചു. തൃശൂരിൽ ഓശാന തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പ്രത്യാശയുടെ പൊൻകണിയുമായി വീണ്ടും വിഷുവെത്തുന്നു. വിപണിയിൽ ദൃശ്യമായത് വൻ തിരക്ക്. കാർഷിക മഹോത്സവത്തെ വരവേൽക്കാൻ മലയാളി ഒരുങ്ങി. വാർത്തകൾ വിശദമായി. പാലക്കാട് നഗരസഭ ഭിന്നശേഷിക്കാർക്കായി നിർമ്മിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS സ്ഥാപകൻ ഡോക്ടർ KB ഹെഡ്ഗേവാറിന്റെ പേരിട്ടതിൽ അനൗചിത്യമില്ലെന്ന് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. ദേശീയ നേതാക്കളെ അപമാനിച്ച MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിക്കുമെന്നും 16-ന് MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നും പ്രശാന്ത് ശിവൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഭിന്നശേഷി സൗഹൃദ കേന്ദ്രത്തിന് പേരിടുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ നഗരസഭാ ചെയർപേഴ്സണ് അധികാരമുണ്ടെന്ന് പ്രശാന്ത് ശിവൻ പറഞ്ഞു. എല്ലാ നഗരസഭകളിലും ഇത് നടക്കുന്നതാണ്. പിന്നീട് കൗൺസിൽ അംഗീകാരം തേടുകയാണ് പതിവ്. പദ്ധതിയുടെ പേരിനെ ചൊല്ലിയുള്ള ബഹളമല്ല ഇവിടെ നടക്കുന്നത്. പദ്ധതിക്കെതിരെയാണ് വിവാദം. വിവാദമുണ്ടാക്കാൻ പേരിനെ വലിച്ചിഴയ്ക്കുകയാണ്. വംശഹത്യകൾക്ക് നേതൃത്വം കൊടുത്തവരുടെ മുതൽ സാധാരണ ആളുകളുടെ പേരിൽ വരെ മലപ്പുറത്ത് സ്മാരകങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും പറയാതെ ഹെഡ്ഗേവാറിൻ്റെ പേര് വിമർശിക്കുന്നത് ഇരട്ടത്താപ്പും പ്രീണനവുമാണ്. സമരത്തിൻ്റെ പേരിൽ നഗരസഭയുടെ മുതൽ അടിച്ചു തകർത്തവർക്കെതിരെ പൊതുമുതൽ നശിപ്പിക്കൽ നിയമം പ്രയോഗിച്ചിട്ടില്ല എന്നത് പോലീസിൻ്റെ ഒത്തുകളിയാണ്. കോൺഗ്രസിന്റെയും CPMന്റെയും പ്രവർത്തകന്മാർ വന്നുകൊണ്ട് ഈ പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഇത് നോക്കി നിൽക്കുകയായിരുന്നു. അവർ പറയുന്നത് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് PDPP വകുപ്പ് ഉൾപ്പെടെ ചേർത്താനുള്ള വകുപ്പുണ്ടായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ വകുപ്പ് ഉൾപ്പെടുത്താത്ത പക്ഷം ശക്തമായ പ്രതിഷേധവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നിലുണ്ടാവും. MLA പോലീസ് ജീപ്പിൽ നിന്ന് പ്രതിയെ ഇറക്കിക്കൊണ്ടുപോയതും ഇതിന് തെളിവാണെന്ന് പ്രശാന്ത് ശിവൻ പറഞ്ഞു. ദേശീയ നേതാക്കളെ അപമാനിച്ച MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിക്കും. ഏപ്രിൽ 16-ന് BJP MLA ഓഫീസ് മാർച്ച് നടത്തുമെന്നും പ്രശാന്ത് ശിവൻ വ്യക്തമാക്കി. ഹെഡ്ഗേവാറിൻ്റെ രാഷ്ട്ര സേവനത്തിന് കോൺഗ്രസിൻ്റെയോ CPMന്റെയോ സർട്ടിഫിക്കറ്റ് വേണ്ട. പദ്ധതിയെ ചൊല്ലി നഗരസഭയും BJPയും രണ്ടു തട്ടിൽ എന്നത് രാഷ്ട്രീയ ആരോപണം മാത്രമാണെന്നും പ്രശാന്ത് ശിവൻ കൂട്ടിച്ചേർത്തു. BJP നഗരസഭാ ഭരണ സമിതിക്കൊപ്പമാണ്. പദ്ധതിയുടെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നത് ഞാൻ മനസ്സിലാക്കുന്നത് 9:45-നും 10 മണിക്കും ഇടയിലാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏകദേശം ആ സമയത്ത് ശേഷം 10:20-ന് മീഡിയ വൺ ആരെങ്കിലും ഇരിക്കുന്നുണ്ട്, അതിനകത്ത് മീഡിയ വൺ ചാനലിന് വിളിച്ചിരുന്നു. വളരെ കൃത്യമായി പാർട്ടിയുടെ നിലപാട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പാലക്കാട് നഗരസഭ എടുക്കുന്ന തീരുമാനവുമായി അതിശക്തമായി നഗരസഭാ ഭരണസമിതി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. പാലക്കാട് നഗരസഭാ ഭരണസമിതിക്ക് 100% ഉറച്ച പിന്തുണ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ട്. പിന്നെ ഇത്തരത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ മാധ്യമങ്ങൾ, ഞാൻ ഇന്നലെയും 1-2 മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ വാർത്ത കണ്ടു. മാധ്യമങ്ങളുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ ഇവിടെ മാധ്യമ സുഹൃത്തുക്കൾ തന്നെ ധാരാളം ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെ നിന്ന് ഏത് സോഴ്സിൽ നിന്നാണ് ആ വാർത്ത കിട്ടിയതെന്ന് കൂടെ പറയാനായിട്ട് തയ്യാറാണ്. കാരണം എന്താ വെച്ചാൽ പാർട്ടി വളരെ ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണ്. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, വൈസ് ചെയർമാൻ കൃഷ്ണദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, പാലക്കാട്. എരുമപ്പെട്ടി എയ്യാലിൽ ആളില്ലാത്ത വീട്ടിൽ വൻ കവർച്ച. വീട് കുത്തിത്തുറന്ന് 35 പവൻ സ്വർണം കവർന്നു. എയ്യാൽ ചുങ്കം സെന്ററിന് സമീപമുള്ള ഒറുവിൽ അംജത്തിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. പാലക്കാട് കഞ്ചിക്കോട്ടുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരനായ അംജത്ത് ജോലിസ്ഥലത്താണ് താമസിക്കുന്നത്. വീട്ടിലുണ്ടായിരുന്ന ഭാര്യ ഫാദിയ, മാതാവ് നഫീസ എന്നിവർ കഴിഞ്ഞ തിങ്കളാഴ്ച ബന്ധുവീടുകളിലേക്ക് പോയതായിരുന്നു. ഇന്നലെ രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിൻ്റെ മുൻവശത്തെ വാതിൽ കുത്തിത്തുറന്ന് കിടപ്പുമുറിയുടെ ലോക്കും തകർത്ത് അകത്ത് പ്രവേശിച്ച് അലമാര കുത്തിത്തുറന്നാണ് സ്വർണ്ണാഭരണങ്ങൾ കവർന്നിരിക്കുന്നത്. അലമാരക്കകത്തുണ്ടായിരുന്ന വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. ഞാൻ ഇന്നലെ വൈകുന്നേരം 5:30 മണിയോടെ ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ വീട് അതിക്രമിച്ച് ആരോ വാതിൽ കുത്തിപ്പൊളിച്ച് വീടിൻ്റെ ഉള്ളിൽ എന്തോ മോഷണം നടത്തിയ രീതിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. നോക്കി വന്നപ്പോൾ വൈഫ് യൂസ് ചെയ്തിരുന്ന ആഭരണങ്ങളൊക്കെ മോഷണം പോയി. അതിൻ്റെ അന്വേഷണത്തിൽ ആണ് പിന്നെ പോലീസെ വിളിച്ച് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തത്. അവർ വഴി കേസെടുത്തു. അതൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം ACP R. സന്തോഷ്, എരുമപ്പെട്ടി ഇൻസ്പെക്ടർ JS. അശ്വിനി, SI KV ജോണി എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. മാർക്കറ്റ് വില അനുസരിച്ച് 1/4 കോടിയോളം രൂപ വില വരുന്ന സ്വർണമാണ് മോഷണം പോയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പെട്രോൾ പമ്പ് കേന്ദ്രീകരിച്ച് വിവിധ ജില്ലകളിൽ മോഷണം നടത്തുന്ന പ്രതിയെ പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സാഹസികമായി പിടികൂടി. തൃശൂർ എടക്കഴിയൂർ സ്വദേശി റംഷാദാണ് പിടിയിലായത്. പിരായിരി പെട്രോൾ പമ്പിലെ ഓഫീസിൽ കയറി പണവും ലാപ്ടോപ്പും കവർന്ന കേസിൻ്റെ അന്വേഷണത്തിനിടെയാണ് പ്രതി പിടിയിലായത്. പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിപിൻ K. വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ SI അജാസുദ്ദീനും സംഘവും ചേർന്നാണ് പ്രതിയെ സാഹസികമായി പിടികൂടിയത്. പ്രതിക്കെതിരെ വാഹനമോഷണം സംബന്ധിച്ച് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്. പെട്രോൾ പമ്പ് കേന്ദ്രീകരിച്ച് വിവിധ ജില്ലകളിൽ മോഷണം നടത്തുന്ന പ്രതി പാലക്കാട് ജില്ലയിലെ പിരായിരി പെട്രോൾ പമ്പിലെ ഓഫീസിൽ നിന്ന് പണവും ലാപ്ടോപ്പും ടാബും കവർന്നിരുന്നു. മോഷ്ടിച്ച സാധനം തമിഴ്നാട്ടിലെ ധാരാപുരത്തെ മൊബൈൽ കടയിൽ വിറ്റു. ഇത് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് ധാരാപുരത്ത് പോയി റിക്കവർ ചെയ്തിട്ടുണ്ട്. പ്രതി ബൈക്കുകൾ മോഷ്ടിക്കുകയും തുടർന്ന് മോഷ്ടിച്ച ബൈക്ക് ഉപയോഗിച്ച് പെട്രോൾ പമ്പുകളിലെത്തി മോഷണം നടത്തുന്നതുമാണ് പതിവ്. മോഷ്ടിച്ച ശേഷം ബൈക്കുകൾ പൊളിച്ചു വിൽക്കുന്നതും ഇയാളുടെ രീതിയാണെന്ന് പോലീസ് പറഞ്ഞു. വയനാട്ടിൽ നിന്ന് ബുള്ളറ്റും എറണാകുളത്ത് നിന്ന് ബൈക്കും പ്രതി കവർന്നിട്ടുണ്ട്. മോഷ്ടിച്ച ടൂളുകൾ ഉപയോഗിച്ച് തന്നെയാണ് കവർച്ചയും നടത്താറുള്ളത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വരവൂർ നടുവട്ടത്തെ കോഴിമാലിന്യ പ്ലാന്റിൻ്റെ പ്രവർത്തനം നിയമവിരുദ്ധമെന്ന് CPM. കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് CPM തളി വരവൂർ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും തുടർന്ന് പൊതുയോഗവും നടത്തി. മാർച്ചിന് ശേഷം നടന്ന പൊതുയോഗം CPM വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി അംഗം KK ബാബു ഉദ്ഘാടനം ചെയ്തു. CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നമുക്കറിയാം ഈ നാടിലെ ജനങ്ങളുടെ ഒപ്പമാണെന്ന് അന്നും ഇന്നും ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും നാട്ടിൽ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതിയെ, നിയമവ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുക എന്നത് ഞങ്ങളുടെ സ്വഭാവമല്ല. അതിനടിസ്ഥാനപ്പെടുത്തി സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് വെച്ച മാലിന്യ സംസ്കരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ഗ്രാമപഞ്ചായത്ത്, ഇവിടുത്തെ CPIM ഏറെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. CPM തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ വരവൂരിലെ എല്ലാ മുക്കിലും മൂലയിലും ഞങ്ങളുടെ സഖാക്കൾ, പ്രവർത്തകർ ഈ മാലിന്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തവരാണ് ഞങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം, ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ സമരാഭാസങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞങ്ങൾ പ്രഖ്യാപിതമായി CPMൻ്റെ രാഷ്ട്രീയ നിലപാടും ഈ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ഇവിടെ പൊതുയോഗം വിളിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തളി ലോക്കൽ സെക്രട്ടറി P. ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, CPM വരവൂർ ലോക്കൽ സെക്രട്ടറി MR രതിമോഹൻ, തളി ലോക്കൽ കമ്മിറ്റി അംഗം VK രവീന്ദ്രനാഥ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളം കാട്ടകാമ്പൽ ചിറയൻകാട് മേഖലയിൽ പുലർച്ചെ വീശിയടിച്ച മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. പുലർച്ചെ 3:30 കനത്ത മഴയ്ക്കൊപ്പമാണ് ചുഴലിക്കാറ്റടിച്ചത്. കാട്ടകാമ്പൽ ചിറയൻകാട് മേഖലയിൽ വ്യാപക നാശനഷ്ടമാണ് ചുഴലിക്കാറ്റിലുണ്ടായത്. വൈദ്യുതി പോസ്റ്റുകളും മരങ്ങളും വീണ് മേഖലയിലെ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു.
വൈദ്യുതി ബന്ധം പൂർണ്ണമായും അവതാളത്തിലായ നിലയിലാണ്. ചിറയിൻകാട് പള്ളിക്കര വിജയൻ, എരണ്ടക്കാട്ട കുഞ്ഞുമോൾ, അത്തമൻ വീട്ടിൽ സുഫൈർ തുടങ്ങി നിരവധി ആളുകളുടെ വീടുകൾക്ക് മുകളിലേക്ക് മരം വീണ് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണ് 3 വീടുകൾക്ക് നിസ്സാര കേടുപാടുകൾ സംഭവിച്ചു. മേഖലയിൽ തെങ്ങുകളും മറ്റ് മരങ്ങളും വ്യാപകമായി കടപുഴകി വീണ് നശിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ഓശാന ഞായറോടെ ഈസ്റ്ററിന് മുന്നോടിയായുള്ള വിശുദ്ധ വാരാചരണത്തിന് തുടക്കം. വിവിധ കേന്ദ്രങ്ങളിൽ ക്രൈസ്തവ വിശ്വാസികളുടെ കുരുത്തോല പ്രദക്ഷിണം നടന്നു. ഓശാന ഞായറോടുകൂടി വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ചു. ഓശാന ഞായറിൻ്റെ ഭാഗമായി പട്ടാമ്പി സെൻറ് പോൾസ് ദേവാലയത്തിൽ രാവിലെ കുരുത്തോല പ്രദക്ഷിണം നടന്നു. വിശുദ്ധ കുർബാനയ്ക്കും കുരുത്തോല വിതരണത്തിനും ശേഷമായിരുന്നു പ്രദക്ഷിണം. ഇടവകയിലെ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. നഗരത്തിലൂടെ നീങ്ങിയ കുരുത്തോല പ്രദക്ഷിണം പള്ളിയിൽ തിരിച്ചെത്തി. ഇടവക വികാരി ഫാദർ മിഥുൻ കോമ്പാറ ചടങ്ങുകളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധവാരത്തിൽ പെസഹ ദുഃഖവെള്ളി ആചരണങ്ങൾക്ക് ശേഷം ലോക ക്രൈസ്തവ സമൂഹം ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഓശാന തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൃശ്ശൂർ ലത്തീൻ പള്ളിയിൽ ഓശാന തിരുനാൾ ആഘോഷത്തിലാണ് സുരേഷ് ഗോപി പങ്കെടുത്തത്. കുരുത്തോല പ്രദക്ഷിണത്തിലും പ്രാർത്ഥനാ ചടങ്ങുകളിലും പങ്കെടുത്താണ് മന്ത്രി മടങ്ങിയത്. ഓശാന ഞായറോടെ വിശ്വാസികൾക്ക് വിശുദ്ധ വാരാചരണത്തിന് തുടക്കമായി. യേശുക്രിസ്തുവിൻ്റെ ജെറുസലേം പ്രവേശനത്തിൻ്റെ സ്മരണകളാൽ മുഖരിതമായിരുന്നു തൃശ്ശൂർ റോമൻ കത്തോലിക്ക ലത്തീൻ പള്ളി. പള്ളി അങ്കണത്തിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ അധികൃതരും വിശ്വാസികളും ചേർന്ന് സ്വീകരിച്ചു. വൈദികരിൽ നിന്ന് കുരുത്തോലകൾ ഏറ്റുവാങ്ങി. തുടർന്ന് നടന്ന കുരുത്തോല പ്രദക്ഷിണത്തിലും പങ്കെടുത്തു. ദേവാലയത്തിനകത്തെ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്ത വിശ്വാസികൾക്ക് ആശംസകളും നേർന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും ഓശാന ദിവസം സുരേഷ് ഗോപി ചെലവഴിച്ചത് തൃശ്ശൂർ ലത്തീൻ പള്ളിയിൽ തന്നെയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. വീണ്ടും ഒരു വിഷു എത്തുന്നു. കേരളത്തിൻ്റെ കാർഷിക കലണ്ടറിലെ പ്രത്യാശയുടെ പൊൻകണിയാണ് വിഷു. ഉഷ്ണത്തെ പ്രകൃതി മഞ്ഞ വസന്തം കൊണ്ട് ഇത്തിരി നേരം മായ്ച്ചു കളയുന്ന ആഹ്ലാദവേള. കേരളത്തിൻ്റെ കാർഷികോത്സവമാണ് വിഷു. ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും ആഘോഷം. രാവും പകലും തുല്യമായ ദിവസം. വിഷുവം എന്നാൽ തുല്യമായത് എന്നു തന്നെ അർത്ഥം. ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് സൂര്യൻ ചലിക്കുന്നതിന് സംക്രാന്തി എന്നാണ് വിശേഷണം. സംക്രാന്തികളിൽ പ്രധാനമാണ് മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് സൂര്യൻ ചരിക്കുന്ന മഹാവിഷു. നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ച ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നും ഐതിഹ്യമുണ്ട്. ഓണം കഴിഞ്ഞാൽ മലയാളിയുടെ ഏറ്റവും വലിയ ആഘോഷമാണ് വിഷു. അടുത്ത ഒരു വർഷത്തെ ഫലത്തെക്കുറിച്ചുള്ള ചിന്ത ഉണരുന്ന വേള. വിഷുഫലം വിശ്വാസിക്ക് സുപ്രധാനമാണ്. വിഷുക്കണി, കൈനീട്ടം, വിഷുക്കഞ്ഞി തുടങ്ങിയവ ആഘോഷത്തിൻ്റെ ഗൃഹാതുര സ്പന്ദനമാകുന്നു. വിഷുപ്പടക്കങ്ങളുടെ വർണ്ണപ്പൊലിമ കുട്ടികളുൾപ്പെടെ എല്ലാ പ്രായക്കാരെയും ആഘോഷത്തിൻ്റെ സജീവതയിലേക്ക് കൈപിടിച്ച് ഉണർത്തുന്നു. പൊള്ളുന്ന മണ്ണിൽ ചാൽ കീറി ആദ്യ വിത്തെറിയുന്ന പ്രത്യാശയായി കർഷകൻ്റെ ഹൃദയത്തിൽ വിഷു ഉണർന്നു കഴിഞ്ഞു. കൊന്നകൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന വേനൽത്തുരുത്തിൽ ശൈത്യത്തിൻ്റെ സാന്ത്വനമായി കണിവെള്ളരി ചിരിക്കുന്നു. കാർഷിക പാരമ്പര്യത്തിൻ്റെ മരിക്കാത്ത സ്മരണകളിൽ വിഷു പുനർജനിക്കുകയാണ്. വിത്തും കൈക്കോട്ടും പാടിയെത്തുന്ന വിഷുപക്ഷി എവിടെയൊക്കെയോ ഉണ്ട്. ആധുനികതയുടെ വേഗകോലാഹലങ്ങളിലും വിസ്മരിക്കാനാകാത്ത ആദിബോധത്തിൻ്റെ പച്ചപ്പുണ്ട്. മനസ്സിലുണ്ട് കവി പാടിയ ഗ്രാമത്തിൻ്റെ വിശുദ്ധിയും ഇത്തിരി കൊന്നപ്പോവും. ഏവർക്കും വിഷു ആശംസകൾ. ന്യൂസ് ഡെസ്ക്, STV. നെല്ലറയിൽ വിഷു വിപണി സജീവം. പഴവർഗ്ഗങ്ങൾക്കും പച്ചക്കറികൾക്കും മിതമായ നിരക്കാണ് ഇത്തവണ.
പടക്കങ്ങൾക്ക് അതേസമയം വില നോക്കാതെ പടക്കങ്ങൾ വാങ്ങുന്ന തിരക്കിലാണ് മലയാളികൾ. കോട്ടായിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. കേരളത്തിൻ്റെ കാർഷികോത്സവമാണ് വിഷു. ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും ആഘോഷം. രാവും പകലും തുല്യമായ ദിവസം. വിഷുവം എന്നാൽ തുല്യമായത് എന്നു തന്നെ അർത്ഥം. ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് സൂര്യൻ ചലിക്കുന്നതിന് സംക്രാന്തി എന്നാണ് വിശേഷണം. സംക്രാന്തികളിൽ പ്രധാനമാണ് മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് സൂര്യൻ ചരിക്കുന്ന മഹാവിഷു. നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ച ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നും ഐതിഹ്യമുണ്ട്. ഓണം കഴിഞ്ഞാൽ മലയാളിയുടെ ഏറ്റവും വലിയ ആഘോഷമാണ് വിഷു. അടുത്ത ഒരു വർഷത്തെ ഫലത്തെക്കുറിച്ചുള്ള ചിന്ത ഉണരുന്ന വേള. വിഷുഫലം വിശ്വാസിക്ക് സുപ്രധാനമാണ്. വിഷുക്കണി, കൈനീട്ടം, വിഷുക്കഞ്ഞി തുടങ്ങിയവ ആഘോഷത്തിൻ്റെ ഗൃഹാതുര സ്പന്ദനമാകുന്നു. വിഷുപ്പടക്കങ്ങളുടെ വർണ്ണപ്പൊലിമ കുട്ടികളുൾപ്പെടെ എല്ലാ പ്രായക്കാരെയും ആഘോഷത്തിൻ്റെ സജീവതയിലേക്ക് കൈപിടിച്ച് ഉണർത്തുന്നു. പൊള്ളുന്ന മണ്ണിൽ ചാൽ കീറി ആദ്യ വിത്തെറിയുന്ന പ്രത്യാശയായി കർഷകൻ്റെ ഹൃദയത്തിൽ വിഷു ഉണർന്നു കഴിഞ്ഞു. കൊന്നകൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന വേനൽത്തുരുത്തിൽ ശൈത്യത്തിൻ്റെ സാന്ത്വനമായി കണിവെള്ളരി ചിരിക്കുന്നു. കാർഷിക പാരമ്പര്യത്തിൻ്റെ മരിക്കാത്ത സ്മരണകളിൽ വിഷു പുനർജനിക്കുകയാണ്. വിത്തും കൈക്കോട്ടും പാടിയെത്തുന്ന വിഷുപക്ഷി എവിടെയൊക്കെയോ ഉണ്ട്. ആധുനികതയുടെ വേഗകോലാഹലങ്ങളിലും വിസ്മരിക്കാനാകാത്ത ആദിബോധത്തിൻ്റെ പച്ചപ്പുണ്ട്. മനസ്സിലുണ്ട് കവി പാടിയ ഗ്രാമത്തിൻ്റെ വിശുദ്ധിയും ഇത്തിരി കൊന്നപ്പോവും. ഏവർക്കും വിഷു ആശംസകൾ. ന്യൂസ് ഡെസ്ക് STV. വാടാനംകുറിശി ആരഭി കലാസമിതി ഗ്രന്ഥശാല ബാലവേദി വനിതാവേദി വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഹരിത വായനശാല പ്രഖ്യാപനവും ഇതോടനുബന്ധിച്ച് നടന്നു. ശനിയാഴ്ച വൈകിട്ട് ആരഭി ഗ്രന്ഥശാലയിൽ വെച്ചാണ് ബാലവേദി വനിതാവേദി വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. ഡോക്ടർ രേഖ R. കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓർമ്മക്കുറവ് ആൾക്കാർ ചോദിക്കും, ഓർമ്മക്കുറവിന് എന്താ ചെയ്യാന്ന്? ഓർമ്മക്കുറവിന് ഒരു മരുന്നൊന്നുമില്ല. പക്ഷെ ഓർമ്മക്കുറവിന് നമുക്ക് ചെയ്യാവുന്ന, ചെറുപ്പം മുതലേ ചെയ്യാവുന്ന ചില കാര്യങ്ങളിൽ ഒന്നാണ് വായിക്കുക, വായനകൾ, അങ്ങനത്തെ ക്രിയേറ്റീവായിട്ടുള്ള. ഇവിടെ ഇപ്പോൾ നമ്മൾ വായനയെ കുറിച്ച് കുറേ പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഡാൻസും കരാട്ടയും പാട്ടും ഒക്കെ ഉണ്ട്. ഇതാണ് ഇന്ന് നമ്മുടെ നാടിന് ആവശ്യം. ഇങ്ങനത്തെ അഡിക്ഷൻസ് ആണ് ആവശ്യം. ഇതൊരു നല്ല അഡിക്ഷനാണ്. വായന ഒരു അഡിക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ, പക്ഷെ നല്ല അഡിക്ഷൻ. ഇത് നമ്മുടെ നാട്ടിലുള്ള വേറെ പല അഡിക്ഷൻസിനെ കുറിച്ചും പറയണ്ട. അതാണ് ചർച്ചാ വിഷയം എല്ലായിടത്തും. ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം സുധ ഹരിത വായനശാല പ്രഖ്യാപനം നടത്തി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ദീപ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹരിദാസൻ, പത്മശ്രീ, PP വിജയൻ, മിഥുൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വനിതാവേദി ബാലവേദി അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളുമുണ്ടായി. നിന്നെ കാത്തല്ലേ ഞാൻ ഇരിക്കുന്നത്? എന്നെ കാത്തോ? ആ നിന്നെ തന്നെ. നീ എന്റെ മുത്തല്ലേ? ഞാനോ? മുത്തോ? കേറിപ്പോര്. ഇരിക്കടാ അവിടെ. ആ വഴിയല്ല, അപ്പുറത്തെ വഴി. ആ പെട്ടി തുറക്ക്, അതിലെല്ലാം ഉണ്ട്. വേഗം നടച്ചോ.
ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ മൈത്രി നഗറിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നഗരസഭാ കൗൺസിലർ KM ലത ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ ചുടുവാലത്തൂർ മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. കൗൺസിലർ KM ലത ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് AB അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കൺവീനർ VR സതീശൻ സ്വാഗതം പറഞ്ഞു. എക്സൈസ് ഇൻസ്പെക്ടർ രാജ്മോഹൻ, ഡോക്ടർ മിഥില ജോർജ് എന്നിവർ ക്ലാസ് നയിച്ചു. റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി CM അംബിക ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. NV വിനോദ് നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് നഗരസഭ ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS സ്ഥാപകൻ ഡോക്ടർ KB ഹെഡ്ഗേവാറിന്റെ പേരിട്ടത് സ്വാഗതാർഹമെന്ന് BJP. പദ്ധതിയെ ചൊല്ലി നഗരസഭയും BJPയും രണ്ടു തട്ടിലെന്നത് രാഷ്ട്രീയ ആരോപണം മാത്രം. ദേശീയ നേതാക്കളെ അപമാനിച്ച MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിക്കുമെന്നും 16-ന് MLA ഓഫീസ് മാർച്ച് നടത്തുമെന്നും BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. എരുമപ്പെട്ടി എയ്യാലിൽ ആളില്ലാത്ത വീട്ടിൽ വൻ കവർച്ച. വീട് കുത്തിത്തുറന്ന് 1/4 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പെട്രോൾ പമ്പുകളിൽ കവർച്ച നടത്തുന്ന കുപ്രസിദ്ധ മോഷ്ടാവ് തൃശൂർ എടക്കഴിയൂർ സ്വദേശി റംഷാദ് പാലക്കാട് ടൗൺ നോർത്ത് പോലീസിന്റെ പിടിയിൽ. വരവൂർ നടുവട്ടത്തെ കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ CPM. പ്ലാന്റിന്റെ പ്രവർത്തനം നിയമവിരുദ്ധമെന്ന് പ്രാദേശിക നേതൃത്വം. കോഴിമാലിന്യ പ്ലാന്റിലേക്ക് വരവൂർ തളി ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധമാണ്. വിശുദ്ധവാരത്തിന് തുടക്കം കുറിച്ച് കുരുത്തോല പെരുന്നാൾ. വിശ്വാസികൾ ഓശാന ഞായർ ആചരിച്ചു. തൃശൂരിൽ ഓശാന തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പ്രത്യാശയുടെ പൊൻകണിയുമായി വീണ്ടും വിഷുവെത്തുന്നു. വിപണിയിൽ ദൃശ്യമായത് വൻ തിരക്ക്. കാർഷിക മഹോത്സവത്തെ വരവേൽക്കാൻ മലയാളി ഒരുങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.